മാസമായിട്ട് എല്ലാ ദിവസവും 10 മണി കഴിഞ്ഞതിന് ശേഷം എണീറ്റുകൊണ്ടിരുന്ന ജോണിക്കുട്ടി ഇന്ന് നേരത്തെ എണീറ്റേക്കാണ്. എന്താണ് ജോണിക്കുട്ടി നേരത്തെ എണീക്കാൻ കാരണം? സ്കൂളുള്ളതാണ്. പക്ഷെ എന്നാലും ഇന്ന് സ്കൂൾ 10 മണിക്കല്ലേ തുടങ്ങുന്നത്. ഇപ്പൊ തന്നെ 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ റെഡി ആയിട്ടിരിക്കുന്നേ. എക്സൈറ്റ്മെന്റ് ആണോ? അപ്പൊ സ്കൂളിൽ പോയിട്ട് ഇനിയിപ്പോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അറിയില്ല, എനിക്കറിയില്ല, ഇപ്പൊ കുറച്ചുകൂടെ ഹാർഡർ ആക്കും. സെക്കൻഡ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് കുറച്ചുകൂടെ ഹാർഡർ ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ എങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യും? നല്ലതാവും, അടിപൊളിയാവും. 2ാം ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ നീ എന്താണ് ജോണിക്കുട്ടിക്ക് എന്തെങ്കിലും ലക്ഷ്യമൊക്കെ ഉണ്ടോ? എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജോണിക്കുട്ടി അങ്ങനെ ചിന്തിച്ചിട്ടില്ലുണ്ടോ? ഞാനൊക്കെ ചിന്തിച്ചേക്കുന്നേ ബിൽമാർക്കിന്റെ കിട്ടാൻ, അതായത് മോശമായ കാര്യങ്ങളൊന്നും കിട്ടരുത്, നന്നായിട്ട് വായിക്കണം. ഇനി എല്ലാ ദിവസവും ഹോംവർക്ക് കിട്ടും, സമയത്ത് ഹോംവർക്ക് ചെയ്ത് ടിക്കനായിട്ട് വരണം. മാളു ഇന്ന് തന്നെ മഴ ഉറങ്ങിയില്ലേ? അത്ര ഈസിയിൽ ഉറങ്ങാൻ പറ്റിയ പുറത്ത് വെട്ടമായിരുന്നു. 5:30 മുതൽ അവിടെ തട്ടുമ്പോഴത്ത് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. 5:30 കഴിഞ്ഞിട്ട് അതിന് നേരത്തെ എനിക്ക് 8:30 സ്കൂള്, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് 10 മണിക്കാ. ചക്കി 10 മണിക്ക് ആയിട്ട് ചക്കി നേരത്തെ എണീറ്റ് റെഡിയായി. എക്സൈറ്റ്മെന്റ് ആണോ? പിന്നെ മുടി ഉണക്കാണ്. രാവിലെ എല്ലാവരും ഇന്ന് രാവിലെ വിളിച്ചോ? ഇന്ന് മാള് എത്രാം ക്ലാസ്സിലേക്കാണ്? 10ാം ക്ലാസ്സിലേക്കാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് എനിക്കറിയാൻ ചോദിച്ചു. മാള് അപ്പൊ ഇന്ന് സ്കൂളിൽ എന്തായിരിക്കും പരിപാടി? ഞാൻ മറ്റേ തുക്കാരി കാര്യത്തിലായതുകൊണ്ട് ഞങ്ങൾ എയർലി സ്കൂളിൽ പോകണം. അപ്പൊ പുതിയ 7th ഗ്രേഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും അവരവരുടെ ക്ലാസ്സിൽ ഒരു ബോണ്ട് വരാൻ വേണ്ടിയിട്ട് ഗെയിംസും പിന്നെ ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോകണമെങ്കിലും അതിന് ഹെൽപ്പ് ചെയ്യണം ഞങ്ങളാ. അപ്പോൾ അതിന് ഞാൻ എയർലി പോകണമായിരുന്നു. അതാ സ്പെഷ്യൽ. ചക്കിക്ക് ഇന്നെന്താ ചക്കിക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയത്? ചക്കി എത്ര ക്ലാസ്സിലേക്കാണ്? 5th. ജോണിക്കുട്ടി 2nd സ്റ്റാൻഡേർഡിലേക്ക്. അങ്ങനെ അപ്പൊ ഇനി നല്ല തിരക്കായിട്ട് പോകും അല്ലേ? ഇനി അലാറിന്റെ സൗണ്ട് കേട്ടോണ്ടിരിക്കണം. 10 മണി കഴിയാണ്ട് ഇവര് 3 പേരും 2.5 മാസമായിട്ട് എണീക്കത്തിലായിരുന്നു. ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ, അടിപൊളി. നല്ല മെഡിക്കലായിട്ട് പഠിക്കുക. എല്ലാ കാര്യങ്ങളും പഠിക്കുക മാത്രമല്ല. ഇപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം കേട്ടോ. പപ്പയെ സ്കൂളിൽ പോവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 പേരെ സ്കൂളിൽ പോകുന്നത്. അടുത്ത തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ 6 പേരും സ്കൂളിൽ പോവാണ്. എക്സിക്യൂട്ടീവ് ഡേ കെയർ ആണ് എന്ന് മാത്രം. ചിക്കൂരും ക്ലാസ് തുടങ്ങും. അപ്പം മാള് സൈക്കിളാണോ പോണേ? സൈക്കിളിന് കാറ്റുണ്ടായിരുന്നോ? നോക്കിയായിരുന്നോ? ചക്കിയുടെ സൈക്കിളിലും കാറ്റുണ്ടാവണേ. ഉണ്ട്, നോക്കണേ, നോക്കിയിട്ട് എടുക്കണേ. ഇവർക്ക് പുതിയ ബാഗ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ബാഗ് വാങ്ങാറില്ല. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞതിന് 10 വർഷത്തെ ബാഗാണ്. കാരണം വാങ്ങുമ്പോൾ നല്ല ബാഗ് വാങ്ങുന്നത് കൊണ്ട് അത് മാക്സിമം ടൈം ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ലെങ്ത് കുറച്ചേ പറ്റുള്ളൂ. നേരെ നല്ലതാ. അപ്പൊ തമ്പിട്ട് നോക്കിക്കാൻ അന്നാ എനിക്ക് ഇട്ട് തരാൻ പറ്റും. എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നും സ്കൂളില്. പെൻസിൽ പോലെ എക്സ്ട്രാ ഉണ്ട്. ഗ്ലൂ ആണോ സ്റ്റിക്കർ ആണോ? ഗ്ലൂ മമ്മേടെ ഗ്ലൂ മമ്മേടെ സ്റ്റിക്കർ ഇല്ല ഇതിന്. എന്നാ മറ്റേ സ്റ്റിക്കർ ആണ്. അപ്പൊ ഈസിലി റിമൂവ് ആവും. ജോണിക്കുട്ടിയുടെ ബാഗ് എല്ലാം എടുത്തു വെച്ചോ? ബാഗിനകത്ത് തന്നെ ഉള്ള ജോണിക്കുട്ടിയുടെ ഫസ്റ്റ് ബാഗിനകത്ത് ബാഗ് ചെക്ക് ചെയ്യുന്നു. എല്ലാവരും ബാഗ് നോക്കുന്നു. വേണ്ട അങ്ങനെ മാളവിന് സ്കൂളില് എല്ലാം എടുത്തു. അതിന് ബുക്കൊന്നും കിട്ടിയിട്ടില്ലോ? ഇല്ല, ബുക്കില്ല. പക്ഷെ സർട്ടിഫിക്കറ്റ്. പിന്നെ ഞങ്ങൾക്ക് സമ്മറിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തായിരുന്നോ? ഇത് ഞങ്ങൾ പ്ലാൻസ് 10 എണ്ണം അല്ലെങ്കിൽ 15 പ്ലാൻസ് ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കണം, പവർ പോയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ തന്നെ പിക്ക് ചെയ്ത് പേപ്പർ ഇങ്ങനെ പ്രസ് ചെയ്ത് തരണമായിരുന്നു. ഞാൻ വരയ്ക്കാനാ ചൂസ് ചെയ്തത്, ബിക്കോസ് അത് ഈസിയർ ആയിരുന്നു. എന്നിട്ട് ഇത് മാളുവിന്റെ പേരെല്ലാവരും ചോദിക്കും. അതുപോലെ എവറിൽ ദിയ ഫ്രണ്ട്സ് എന്ന്. പക്ഷെ ഇവരെ സ്കൂളിൽ കൂടുതൽ മാളിൽ വിളിക്കുന്നത് ദിയാന്ന് വിളിക്കും. എന്നിട്ട് പ്ലാന്റ്സ് വരക്കണം 10 എണ്ണം. ഇവിടെ ഉള്ളത് ഫില്ലിലുള്ള നേച്ചറിലുള്ളത്. അപ്പം അങ്ങനെ 10 എണ്ണം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഉത്തരവുണ്ട്.
അതിന്റെ പേരൊക്കെ അറിയാലോ അല്ലേ? ഇത് ബ്ലൂബെറി ആണോ? അത് ബ്ലൂബെറി. ഇതേതായിരുന്നു? ഇതെന്ത് പൂവായിരുന്നു? അത് കിസാൻ കേരള, നമ്മളെ പറഞ്ഞ നല്ല രസമുള്ള പൂവ്. ഓക്കെ. ഇത് ലിങ്കോൺ ബെറി അല്ലേ? ഇതേതായിരുന്നു? അവിടെ വൈറ്റ് പൂ ഞാൻ ഒത്തിരി കണ്ടിട്ടില്ല. അതിനാൽ ഞങ്ങൾക്ക് ലിസ്റ്റ് പേപ്പർ ഇട്ട് അതിന്റെ അകത്ത് ചൂസ് ചെയ്യണമായിരുന്നു. ഇതെന്നാ പൂവാണ്? അത് ഒസ്മാൻ കെവിൻ ബീച്ചിലാണ്. ഇത് മറ്റേ ഇതിന് ലേക്കിലൊക്കെ ഉള്ള. ഇത് വൈൽഡ് ബ്ലൂബെറീസ്, വൈൽഡ് സ്ട്രോബെറി. ഇത് മറ്റേ പറമ്പിലൊക്കെ ഉള്ള. ഓക്കെ, കൊള്ളാം. അപ്പം മാളിന്റെ കാര്യം അതായത് ഇത്രേ ഉള്ളൂ തോന്നുന്നു. ഇവർക്ക് സ്കൂളിൽ നിന്ന് എല്ലാ ബുക്കുകളും വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. ജോണിക്കുട്ടിയുടെ ബാഗിൽ തന്നെ ഉള്ളേ മറ്റേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കണം. ഇത് ഇട്ടു എന്നിട്ട് മറ്റേ ഈ പേപ്പർ കിട്ടുമ്പോൾ ഇതിടത്തിടാം. പിന്നെ 3 നോട്ട് ബുക്സ്. പിന്നെ പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി ഇവർക്ക് സ്കൂളിൽ നിന്നാണ് ബുക്കെല്ലാം കിട്ടും. പിന്നെ ജോണിക്കുട്ടി കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇതിനകത്ത് പെൻസിലും അല്ലേ? പെൻസിലും വേറെ ഒന്നുമില്ല. ജോണിക്കുട്ടിക്ക് ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കയറിയപ്പോൾ വാങ്ങിച്ച ബാഗാണ്. ഇത് ജോണിക്കുട്ടി ഇനി മറ്റേ മാളു യൂസ് ചെയ്ത പോലെ 6 വർഷം സെയിം ബാഗ് തന്നെ കുറഞ്ഞത്. മാത്തിന്റെ എക്സാം ആണ് കാണിക്കണത്. മാളു ക്ലാസ്സിൽ കയറിയില്ല, അതിന് മുമ്പ് എക്സാം ആണെന്ന് പറയുന്നത്. ലിസ്റ്റ് ഇങ്ങനെ ഉണ്ട്. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോവാ. സെക്കൻഡിനെ തന്നെയൊക്കെയാണല്ലേ? നാളെ കഴിഞ്ഞ് മാത്തിന്റെ എക്സാം ആണല്ലേ? സെക്കൻഡ് ബാഗിനകത്ത് സെയിം തന്നെ അല്ലേ? കഴിഞ്ഞ വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇത് തിരിച്ചു കൊടുക്കണം സ്കൂളിൽ ചെല്ലുമ്പോൾ. പെൻസിൽ കേസ് മാത്രമേ ബാക്കിയെല്ലാം സ്കൂളിൽ നിന്ന്. എമർജൻസി കിറ്റും ഉണ്ട്, ടിഷ്യൂസും പിന്നെ ടിഷ്യൂ, ലിബാം, അല്ലാത്ത കാര്യങ്ങളൊക്കെ. ഓക്കെ, സെറ്റപ്പാണ്. പപ്പ പോവാണ്. എല്ലാരും സന്തോഷത്തോടെ സ്കൂളിൽ പോവാ. അടിപൊളിയാവാ കേട്ടോ. പപ്പയ്ക്ക് 8:15, മാളുവിന് 8:30. മാള് സൈക്കിളിൽ പോകും. തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പപ്പയ്ക്ക് നേരത്തെ കഴിയുന്നു. ഓക്കെ, അല്ല എന്താ പറയാന്ന് പറ. പപ്പയ്ക്ക് നമ്മളെ എന്താ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാ? ഇല്ല, സൈക്കിളിൽ പോയിട്ട് സൈക്കിളിൽ വരണം. പപ്പയും അമ്മയും എല്ലാവരും തിരക്കല്ലേ ഇനി. അപ്പം അവരവരുടെ കാര്യങ്ങൾ പക്കയായിരിക്കണം കേട്ടോ. നിങ്ങൾ സ്കൂളിൽ പോകുന്നത് അനുസരിച്ചിരിക്കണം. തനിച്ച് തന്നെ വരണം. മഴയാകുമ്പോൾ നമ്മൾ റെയിൻ ജാക്കറ്റ് ഇടുക കേട്ടോ. പപ്പ നേരത്തെ സമയം ഉണ്ടായിരുന്നു. റെയിൻ ജാക്കറ്റ് ഉണ്ടോ? മറ്റേ ഇത് കുഞ്ഞൊന്നുമല്ല, മറ്റേ വൈറ്റ് അതല്ലേ? അങ്ങനെ. അപ്പം എല്ലാവരും ഓരോരോ കാര്യം ചെയ്യണം. പപ്പയും മമ്മിയും പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, നിങ്ങൾ സ്കൂളിൽ പോകുന്നു, നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക്. ഇച്ചിരി താമസിച്ച് എണീറ്റ. രാത്രിയിൽ ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ഇത് വരുമല്ലോ, ലഞ്ചിന്റെ ടൈം അല്ല, നേരത്തെ ലഞ്ചിൽ നിന്ന്. എനിക്ക് ഡിഫറൻസ് ഡിഫറൻസ്. ആണോ? ഞാൻ 1ാം ക്ലാസ്സിലായപ്പോ എനിക്ക് 10 മണിക്കാണ് ഫുഡ്. 10 മണിക്ക്? പക്ഷെ എനിക്കറിയില്ല എപ്പോ 10 മണിക്ക്. പക്ഷെ 10 മണിക്ക് ഒരു 10:30 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ലഞ്ച് കിട്ടും. 10 മണിയല്ല, ബിക്കോസ് നമ്മൾ സ്കൂളിൽ എത്തുമ്പോൾ 10 മണിയാണ്. ഓക്കെ, എനിക്ക് 10 മണിക്കാണ്. എന്റെ എന്നാ കഴിക്കുന്നത്? ജോൺകുട്ടിയുടെ പ്ലേറ്റിലുണ്ടാ? നമ്മളിപ്പോ കുറെ ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് അതല്ലേ? യശക്കുട്ടിയുടെ ഫേവറേറ്റ് ബ്ലൂബെറി ഇട്ട് സ്ട്രോബെറി ഇട്ട് കഴിച്ചാ നമുക്ക്. ഡാനിയൽസും നെയ്ബർഹുഡും ഒക്കെ കണ്ടു കഴിഞ്ഞ യശക്കുട്ടി. 2 വയസ്സ് 3 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് അങ്ങനെ സ്ക്രീൻ കൊടുക്കാറില്ല. പക്ഷെ എമർജൻസിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള സാധനം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറ്. ഡാനിയൽസ് നെയ്ബർഹുഡ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഫിനിഷിലും അതില്ലേ? കണ്ടിട്ടില്ല? കണ്ടിട്ട് ഇഷ്ടമായോ? ഫിനിഷിൽ കണ്ടിട്ടുണ്ടോ? 2 ലാംഗ്വേജ് അവൈലബിൾ അല്ലേ? ഇതന്നെ ഇവിടെ നിന്ന് കരയണേ. അമ്മ ഇതൊന്നും ഉണ്ടാക്കിട്ടെന്നേ.
കഴിയുമ്പേ ഇച്ചിരി മീൻ കറി വെക്കട്ടെ, മീൻ കറി വെക്കണ്ടേ? അത് കഴിയുമ്പോ അമ്മ ഇത് വെച്ചിട്ട് മൂടി വെച്ചിട്ട് അമ്മ കുഞ്ഞിനെ കൊണ്ട് ഉറക്കാം. ഓക്കെ? അവനെ ഓരോന്നോരോന്ന് മരിച്ച് അതിലേലും ചാടിച്ചിട്ട് അവന് ഉറക്കം വരുന്നുണ്ട്. വിചാരിച്ചത് ഉണ്ടാക്കി വെച്ചിട്ട് പോയി പിന്നെ ഇവനെ കിടത്തി ഉറക്കാലോന്ന്. പാലും എടുത്ത് ആശാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. വെന്തിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ആയിട്ട് അണ്ണൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞു. ഇന്ന് പ്രാക്ടീസ് ആയിരുന്നു, ഫസ്റ്റ് ടൈം. കുട്ടി നല്ല ഉറക്കം. ഇവൻ ഉറങ്ങുമ്പോഴാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഉറങ്ങാൻ പോകുന്ന പറഞ്ഞപ്പോൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. സമയം 12 മണി ആയതുള്ളൂ. രാത്രി മൊത്തം പണ്ടും കത്തിച്ചിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ അഡ്വാൻസ് ആയിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഉറങ്ങണം. അതിനുവേണ്ടി ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ഉറങ്ങണം. പറയണ കേൾക്കില്ല. അതിന് റേഡിയോ പോലെ സംസാരിക്കണ എന്തിനാ? ഞാൻ രാത്രിയിൽ കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പകൽ ഇന്ന് ഉറങ്ങാൻ പറ്റും. അപ്പം ഇന്ന് രാത്രി എനിക്ക് ഡ്യൂട്ടി നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ലൈഫിൽ ഒരു 10 മണി കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഇരിക്കാത്ത ടീം നൈറ്റ് ഡ്യൂട്ടിയെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അതറിയാമോ? ആര് പറയുന്ന? പ്രാക്ടീസിന് കണ്ട് ഒരു നൈറ്റ് കഷ്ടിയും കണ്ട് അതും മുടങ്ങും കൂർക്കുമ്പോൾ സൂപ്പർവൈസറെ പേടിപ്പിച്ചതല്ലാണ്ട് ഒരു കാര്യം ചെയ്തില്ല. ഞാൻ ഉറങ്ങാൻ പോവാ. കൊച്ചുറങ്ങുവാണ്. എത്രയായപ്പോ എണീറ്റുന്നോ? 8:30 പോയത്. പിള്ളേരും പോയത്, ഞങ്ങൾ പോയത്. ഇതൊക്കെ കയറ്റി വെക്കും. ഞാൻ എന്തായാലും ഇന്ന് നൈറ്റ് കഴിഞ്ഞു വന്ന് നാളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കിടന്നുറങ്ങും. പിന്നെ നാളെ ഒരു നൈറ്റും കൂടി ഉണ്ട്. അതല്ല വിഷയം. നാളെ കൊച്ചിന് ഡേ കെയർ ഇല്ല. ഞാൻ രാവിലെ ഡ്യൂട്ടി, എനിക്ക് നാളെ ഡ്യൂട്ടിയാണ്. കൊച്ചിനെ നോക്കി ഉറങ്ങണം നാളെ. ഇന്ന് രാത്രിയിൽ അവനെ മാക്സിമം ഉറക്കാണ്ടിട്ട് നാളെ ഞാൻ എങ്ങനെ നൈറ്റിനും അടുത്ത നൈറ്റ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിള്ളേർ വന്നു കഴിഞ്ഞിട്ട് കൊച്ചിനെ കുറച്ച് നേരം എടുക്കാൻ കണ്ടു പറ്റത്തില്ല. നാളെ ഡേ കെയർ കിട്ടിയത് തിങ്കളാഴ്ച തൊട്ടില്ലുള്ളൂ. അപ്പോൾ നേരത്തെ അല്ലേ പ്ലാൻ ചെയ്യണമായിരുന്നു. ആ ഡ്യൂട്ടി ഷെഡ്യൂൾ എടുത്ത സമയത്ത് അത് ഇത് ചെയ്യണമായിരുന്നു. ഓക്കെ. പിള്ളേർ വരാറായല്ലോ അല്ലേ? ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കിടന്നുറങ്ങാൻ പോവാട്ടോ. ഇപ്പഴേ ഉറങ്ങല്ലേ? ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? ഇന്ന് ഡ്യൂട്ടി എനിക്കില്ല. പിന്നെ എന്നെ ഇത്ര സാധനം എടുത്ത് വെക്കും. ഇത് ഈ ഇരിക്കണ എടുത്ത് വെക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചാനോ കുഴപ്പം? ഇന്ന് ഡ്യൂട്ടി ഇല്ല എന്നിട്ട് എടുത്ത് വെച്ചാനോ കുഴപ്പം? ഒന്നും ഉറങ്ങാനോ കിടന്ന്. എനിക്കും കണ്ടിന്യൂസ് ഡ്യൂട്ടി ഷെഡ്യൂളായിരുന്നു. ഇന്നലെ ഒരു ഓഫായിരുന്നു ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഓഫും എന്റെ കൊളായിപ്പോയി. ഞാൻ ആ സാധനം വിൽക്കാൻ പോയിട്ട് അതെടുത്ത് പൊക്കി എന്റെ നടുവ് മിന്നി. ഇതൊക്കെ വീഡിയോയിൽ ഇടുമല്ലോ എന്ന് എനിക്ക് കാണണം. അതൊന്നും എടുത്തില്ല. നൈസായിട്ട് എന്നെ തെറിയിപ്പിക്കുന്ന സംഭവം മാത്രം എഡിറ്റ് ചെയ്തിടും. അവസാനം ഇത് എന്നെ ഇട്ടേന്ന് പോലും എനിക്കറിയില്ല. കമന്റിൽ കാണുമ്പോഴാണ് ഞാൻ വീഡിയോ കയറി നോക്കുന്നത്. കാരണം വീഡിയോ എല്ലാം കാണാനുള്ള ടൈമും എനിക്കില്ല. കയറി നോക്കുമ്പോൾ കാണുമ്പോഴാണ് എനിക്കിട്ടുള്ളത് ഓരോന്ന് ഒപ്പിച്ച് വെക്കുന്നത്. അതിന്റെ മുന്നും പുറവും ഉണ്ടാവില്ല. ചൊറിഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് തൊലി കളയാനാണോ? ഇവിടെ യൂറോപ്പിൽ മിക്കയിടത്തും തൊലി കളഞ്ഞും തൊലി ചിരണ്ടി തൊലി വാഷ് ചെയ്ത് ഇവിടെ പല രീതിയിൽ നമ്മൾ ബോയിൽ പൊട്ടറ്റോ ചെയ്യും. തൊലി കളഞ്ഞ് ചെയ്യും, തൊലി ഇങ്ങനെ ചിരണ്ടി. ഓരോ പൊട്ടറ്റോയുടെ സൈസും പ്രായം അനുസരിച്ചിട്ടാണ്. പിഞ്ച് പൊട്ടറ്റോ ആണെങ്കിൽ ചുമ്മാ വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന് തൊലി പെട്ടെന്ന് അങ്ങ് പോകും. പിന്നെ കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ബ്രഷ് ഉണ്ട്, അത് വെച്ച് വാഷ് ചെയ്തിട്ടാണ് ചെയ്യും. ഈ തൊലി കൂട്ടി ഇവിടുത്തുകാരെല്ലാം ഗ്രില്ല് ചെയ്യുന്നതെല്ലാം തൊലി കൂട്ടിയിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. ബോയിൽ ചെയ്തത് നമുക്ക് അവിടെ ഫുഡ് കിട്ടും. ബോയിൽ ചെയ്ത് പൊട്ടറ്റോയുടെ തൊലിക്ക് നല്ല ഗുണമുണ്ടെന്നേ. എസക്കുട്ടിക്ക് കൊടുക്കുമ്പോൾ തൊലി കളഞ്ഞ കഴിച്ചാൽ തൊലിയുടെ സ്റ്റക്ക് ആവുന്നതുകൊണ്ട് നമ്മൾ തൊലി കളഞ്ഞ് കൊടുക്കും. പിള്ളേരുടെ വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് നമ്മൾ ആണോ എസക്കുട്ടിയുടെ തൊലി കളഞ്ഞ് കൊടുക്കുമായിരുന്നു ചെയ്തത്? ഞാൻ കൊടുത്തത് ആ കമന്റ് അത് പറഞ്ഞില്ലേ, പ്രിൻസ് കൊടുത്തപ്പം തൊലി കളഞ്ഞ കൊടുത്തതെന്ന് കണ്ടല്ലോ. ഞാൻ കൊച്ചിന് കൊടുത്തപ്പം ഓർമ്മ ചുമ്മാ കഴിക്കാൻ വേണ്ടി കൊടുത്തല്ലോ. അപ്പൊ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കൊടുത്തത്. അവന് വേണ്ടി ഞാൻ മൂടി വെച്ച ഫുഡ് എങ്ങനെ ഇരുന്ന ഫുഡായിരുന്നു? അത് തൊലി കളഞ്ഞ ഫുഡായിരുന്നു. പക്ഷെ അവര് കാണുന്നില്ല. ഇപ്പൊ അത് പറയാത്തന്നെ. ഇപ്പൊ പറയാത്തന്നെ ഞാൻ ഓർത്തില്ല. ഞാൻ പറഞ്ഞത് ഓർക്കാത്തന്നെ. ഇതാണ് ഇത് ഓർക്കാത്തന്നല്ല, ചെറിയൊരു മനസ്സുഖം. നേരിട്ട് തെറി വിളിച്ചാൽ പോരാ. കമന്റിട്ട് നാട്ടുകാരെ കൊണ്ടൊക്കെ ഇത് വിളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അവനുള്ള ഫുഡ് എനിക്കറിയാലോ. അവന്റെ തൊലി കൊടുക്കാൻ പാടില്ല എന്നറിയാം. അത് തൊലി കളഞ്ഞ് അവന്റെ മൂടി വെച്ചാണ്. അത് ഇങ്ങോട്ട് പറയേണ്ടതല്ലേ? ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. എല്ലാം ഓരോരുത്തർ കാണുമ്പോൾ ഓരോ കാഴ്ചപ്പാടി കാണുന്നു, അതനുസരിച്ച് വിശ്വസിക്കുക. ഇതിനൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിനേ സമയമുള്ളൂ. ഇങ്ങനെ ക്ലാരിഫൈ ചെയ്യണമെന്ന് വലിയ ഇത്രയും വിഷമമുള്ള ഒരു വീഡിയോ ചെയ്യരുത്, വീഡിയോ ഇടരുത്. എനിക്കിന്ന് വിഷമം കൂടുതലുള്ള ദിവസം ഞാൻ പോയി കിടന്നോട്ടെ. ഇപ്പൊ കിടക്കണ്ട, 12:30 ആയുള്ളൂ. ഞാൻ കിടക്കാൻ പോവാ, പോയി പണി പോയി ഞാൻ കിടക്കാൻ പോവാ. ഇവിടെ ഇന്നലെ പുഴുങ്ങി വെച്ച മറ്റേ പൊട്ടാറ്റോസ് ഉണ്ടല്ലോ, അതിലൊരു കുറച്ച് ക്യാപ്സിക്കം പൗഡറും ഒലിവ് ഓയിലും കൂടെയും കൂടിയിട്ട് ഇച്ചിരി ഗ്രില്ലിയുടെ പൗഡർ മസാല കിട്ടും. അപ്പം അതുകൂടെ ഒരു കുറച്ചിട്ടിട്ട് എയർ ഫ്രയറിൽ റോസ്റ്റ് ചെയ്തെടുത്തപ്പോഴേക്കും ഇന്നത്തെ ലഞ്ചിന്റെ മെയിൻ ഡിഷ് ആയിട്ടോ കഴിച്ചതിന്റെ ബാക്കി ഇത്രയുണ്ട്.
വാ പപ്പ വെക്കട്ടെ. എന്നാ പറഞ്ഞേ? എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള നടക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് വീഡിയോ എടുത്തിടാൻ പാടില്ല. ആണോ? കുട്ടി എന്നാ പരിപാടി? അതെന്നെ എടുക്കണേ. പപ്പയ്ക്ക് തന്നേരെ തന്നേരെ. ആ പപ്പയ്ക്ക് താ. ആ പപ്പയ്ക്ക് താ. പിള്ളേര് വരുമ്പോഴേക്കും പിള്ളേർക്ക് പപ്സ് അല്ലേ? പപ്സ് അല്ലേ? പിള്ളേര് വരാൻ സമയമായി. അന്നുണ്ടാക്കിയ റൂബാർബ ജാം ഇല്ലേ, ജാമായിട്ട് കൊടുത്ത അവർക്ക് വേണ്ട ഇപ്പം. അപ്പം പപ്സിനകത്ത് മറ്റേ പഴം പപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ ഇത് കോക്കനട്ട് ഫ്ലിംഗേഴ്സ് ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ എന്തായാലും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടത്തെ ആ ജാം കൂടെ കുറച്ച് മിക്സ് ചെയ്ത് കുറച്ച് ഷുഗർ ഇട്ടുള്ളൂ, കാരണം ജാം യൂസ് ചെയ്തുകൊണ്ട്. അതിൻ്റെ നട്ട്സൊക്കെ കൂട്ടി അങ്ങ് പേസ്റ്റ് പോലെയൊക്കെ ഇട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ പഴം വെച്ചേക്കുന്നത്. അപ്പം നോക്കാം എങ്ങനെ റൂബാർബ് കുറച്ചകത്തുന്നോളൂ. ചക്കി വന്നു. ചക്കി ആരാണേ? ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷമായോ? കൊറേ നാൾ കൂടി ഇത്ര നേരം മാറി നിൽക്കുന്നേ. ചേട്ടാ ഒന്ന് പറ്റി കിടക്കും അങ്ങോട്ട്. കൊറേ മണിക്കൂർ കണ്ടില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? വെരി ഫസ്റ്റ് ഡേ എക്സൈറ്റഡ് ആയിരുന്നോ? ഇപ്പൊ ഞാൻ പണ്ട് പറഞ്ഞില്ലാണ് മറ്റേ കക്ഷി ആവുണ്ട്, പിന്നെ യക്ഷി ആവുണ്ട്, പിന്നെ യക്ഷി ബേ ഉണ്ടെന്ന്. ഇപ്പൊ നമുക്ക് നമ്മൾ ആ 2 ക്ലാസ് ഒന്നായിട്ട് ഒരുമിച്ചിട്ടിട്ട് മറ്റേ ക്ലാസ്സിലുള്ള ആൾക്കാര് നമ്മളുടെ കുട്ടിയെ മിക്സപ്പ് ചെയ്തില്ല, എല്ലാരും ഒരുമിച്ച് വന്നു. എന്നിട്ട് ഒന്നും അത്ര ഒന്നും ചെയ്തില്ല. പക്ഷെ മ്യൂസിക്കിന്റെ ബുക്ക് തന്നു, പക്ഷെ വീട്ടിലെടുക്കാൻ പറ്റിയില്ല. ചക്കിയുടെ ക്ലാസ് എങ്ങനെയുണ്ട്? നല്ല സെയിം ആയിട്ടുള്ള, പക്ഷെ മാനന്തയിൽ നമുക്ക് പുതിയ സബ്ജക്ട് വന്നു, ഹിസ്റ്ററി. പിന്നെ നാളെ ഞങ്ങൾക്ക് വാൽക്കവലിനേഡിന്റെ അത് കാര്യമുണ്ട്. പിള്ളേർക്ക് പ്ലേ സ്ഥലം എന്താ പ്ലേ ഗ്രൗണ്ട് പോലത്തെ കളിക്കണ സമയമില്ല എത്ര ആൾക്കെ പോലെ. ആ സമയത്ത് ടോയ്സ് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരും, എന്നിട്ട് ചോദിക്കുക ആ ടോയ് വേണമെന്ന് ഞങ്ങൾ തരും. പേര് ചോദിക്കും, പേരും ക്ലാസ്സും ഇട്ടിട്ട് ഇത് ചെയ്യും. എന്നിട്ട് വിലക്ക തീർന്നു കഴിഞ്ഞാൽ അവർ ആ ടോയ്സ് ഞങ്ങൾക്ക് തിരിച്ചു തരും. തന്നില്ലെങ്കിൽ അവർ പോയിട്ട് സെയിം ക്ലാസ്സിലെ പോയിട്ട് പറയും ആ പേര് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നെങ്കിൽ പൊട്ടാറ്റോ പിന്നെ കസ്ബീസ് മീറ്റിന്റെ സോസ് പോലെ കഴിച്ചോ? എങ്ങനെയുണ്ട്? കൂട്ടുകാരെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ തന്നെയാണെങ്കിൽ എന്റെ ഫ്രണ്ട് ഹൈഫൈ തന്നിട്ടിരുന്നു. ചേച്ചിയുടെ അടുത്ത് ചെല്ലുന്ന ചേച്ചി ചേച്ചി നടത്തിച്ചിട്ട് വരും. പുറത്തിറങ്ങിയല്ലോ, പുറത്തിറങ്ങിച്ചിട്ട് പോരാ. ബാഗ് ഊരി അവനെ തൊപ്പി കൂടെ വെച്ചോ. എനിക്ക് എന്തെല്ലാം കുറച്ചുകൂടി ഫണ്ണ് വരാൻ തുടങ്ങിയ സ്കൂളില്. പണ്ട് 1ാം ക്ലാസ്സിൽ അത്ര ഇല്ലാണ്ട്. ടീച്ചറുടെ രസാണോ? കൊറേ ആൾക്കാർക്ക് ചോദിച്ചാൽ പറ്റില്ല, എനിക്ക് പറയാനുള്ള പറ്റിയില്ല, സമയം കിട്ടിയില്ല. പിന്നെ ഷൈ ആയിരുന്നോ? ആർക്കും ഞാൻ മിണ്ടിയില്ല അവിടെ ആർക്കും, ടീച്ചർമാർക്ക്. ഞാൻ മറ്റേ കാര്യം ചെയ്തോളൂ, പാട്ട് പാടി അതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ ഇന്ന് പാടുന്നതാണ്. എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ടില് മറ്റേ ഫ്രണ്ടുകൾക്ക് മാത്രമാണ് മിണ്ടിക്കൊണ്ടത്. എന്റെ ഫ്രണ്ട്സ് പുറത്ത് വെയിറ്റ് ചെയ്യണം. എനിക്ക് പോകാൻ പറ്റുമോ? കൂട്ടുകാരോട് കളിക്കാൻ വേണ്ടി പോവാണ്. കളിച്ചിട്ട് പറയാം. ഹോംവർക്കൊന്നുമില്ലേ? ഹോംവർക്ക് തന്നേക്കണ എന്താണെന്നറിയോ? ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോവാൻ, പിന്നെ മറ്റേ തിരിച്ചു പോവാൻ ഹാപ്പി ആയിട്ട്. അത് ഹോംവർക്ക് ഈ ഫുൾ വീക്ക്. അങ്ങനെയാണ്. ഹോംവർക്ക് ഇല്ല. ഓടി
എനിക്കിതിഷ്ടം. ഇനി ഓരോ ദിവസം അങ്ങനെ ഉണ്ട്. ആണോ? പണ്ട് ജെയിൻ സ്കൂളിലോട്ട് വരുമ്പോ ഞാൻ സ്കൂളിലോട്ട് വരുമ്പോ ജെയിൻ വീട്ടിലിരിക്കുന്ന പോലെ എന്നിട്ട് പറന്നു ചെല്ലുമായിരുന്നു ഞാന്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂൾ? എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു? രാവിലെ ചെന്നപ്പോ മറ്റേ ഈ തുക്കാരക്കാരായിരുന്നു. എനിക്ക് കിട്ടിയ ക്ലാസ് മറ്റേ 7th ഗ്രേഡേഴ്സ് ഫിനിഷ് അറിയില്ലാത്ത ഗ്രൂപ്പായിരുന്നു. അതിന് നിവൽ എന്ന് പറയും. നമ്മുടെ പള്ളിയിലുള്ള ഒരു ഗേളില്ല മറ്റേ ലോങ് ഹെയർ ഉള്ളത്, അത് അവിടെ ഉണ്ട് മൂത്തത്. ഓക്കെ, അതായത് 7th ഗ്രേഡേഴ്സിന് നിങ്ങൾ ഇത് ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. ബോണ്ടിങ്ങിനും ഫിനിഷ് ആകാൻ പഠിക്കാം. ഓക്കെ, എന്നാ പരിപാടി എവിടെ കയറിയിരിച്ചു ആശക്കുട്ടി? ഇങ്ങനെ 2.5 മാസം കഴിയുമ്പോൾ തന്നെ ഇരുന്നോ? ചേച്ചി ആദ്യമായിട്ടാണ് കാണുന്നത്. മിസ് ചെയ്തോടാ. ആ, ഇതാണോ മറ്റേ ഉടുപ്പ് ടോപ്പ്? അപ്പൊ ഇന്ന് ഇടണോ? ഓരോ പ്രാവശ്യം ഇതപ്പോ ഞാൻ ഇത് ഇടണം. അപ്പൊ വഴി പോകുമ്പോ സ്റ്റുഡൻസിനെ ചോദിക്കണമെങ്കിൽ അറിയാൻ പറ്റും ഞാനാണ്. ഓക്കെ, അതായത് അവർക്ക് എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കുമ്പോ പിള്ളേർക്ക് മനസ്സിലാവണം അല്ലേ? വളരെ സംശയം ചോദിക്കോ നേരം? എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കോ? ക്ലാസ് ഇവിടെ അറിയില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഹാഫ് ക്ലാസ് എനിക്ക് ഇവിടെ അറിയത്തില്ല. അല്ലല്ലോ. അപ്പൊ അവര് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്? ഫിനിഷ് അറിയാത്ത ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്? അവര് മാക്സിമം ഫിനിഷാ പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഗേൾ എന്റെ ക്ലാസ്സിലോട്ട് വന്നു, ഞങ്ങള് പുതിയ സ്റ്റുഡന്റ് ആയിട്ട്. ഫസ്റ്റ് എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്ന? ഇല്ല, സ്കൂളിന്റെ പുതിയ റൂൾസിനെ കുറിച്ചും അതിനെ കുറിച്ച് തന്നെ. പുതിയ റൂൾസ് ഒക്കെ ഞങ്ങൾക്ക് ഫോൺ യൂഷ്വലി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ മറ്റേ റീസസ് കിട്ടൂല. അതിന്റെ അകത്തിരുന്ന് നമുക്ക് യൂഷ്വലി നോക്കായിരുന്നു. പക്ഷെ ഇനി അകത്ത് നോക്കാൻ പറ്റത്തില്ല, ഈ പുറത്ത് മാത്രമേ നോക്കാവുള്ളൂ. സ്കൂളിന്റെ പുറത്ത്? ആ, സ്കൂൾ മാക്സിമം ഫോൺ ഫ്രീ സ്കൂളാക്കാൻ വേണ്ടി. പക്ഷെ ഇനി ആൾക്കാർ ഈ റൂളുള്ളതുകൊണ്ട് ഇനി അവരെല്ലാവരും ബാത്റൂമിൽ കയറി ലോക്ക് ചെയ്ത് ഫോൺ നോക്കും. അപ്പൊ ശരിക്കും ബാത്റൂമിൽ പോകേണ്ടവർക്ക് ഒരിക്കലും അവിടെ പോകാനും പറ്റത്തില്ലായിരിക്കും. ഇവരെല്ലാരും സ്നീക്ക് ചെയ്യാ പിള്ളേര്. എന്റെ സ്കൂൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ മറ്റേ വേറെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവായിരുന്നേ. അവർ ചുമ്മാ മിനിമണി നോക്കാൻ പോയി. അന്നേരം ഞാൻ പുറത്തിറങ്ങിയപ്പം വേറെ മറ്റേ ഞാൻ കൂടുതലിരുന്ന ഗേളിന്റെ ഫ്രണ്ട്സും വന്നായിരുന്നേ. താഴെ ഇറങ്ങ് മതി, ചേച്ചിക്ക് ചൂട് കൊടുക്കുക. ചേച്ചി നടന്നു വന്നിട്ട് ബാ. കുട്ടോസയിലുള്ള ഇവിടെ വരെ ചക്കിര്. അതായത് മാളു 7th സ്റ്റാൻഡേർഡ് പോയി സമയത്ത് ചെറുതായിട്ട് ഇതല്ലായിരുന്നോ, നേരോസ് അല്ലായിരുന്നോ കൂടുതൽ? കാരണം വെച്ച് കഴിഞ്ഞാല് പുതിയ സ്കൂളല്ലേ എന്ന് പറഞ്ഞാലാണ് മാളുവിന്റെ സ്കൂളിൽ പുതിയതായിട്ട് വരുന്നവർക്ക് അങ്ങനെ ചെറുതായിട്ടുണ്ടാവില്ല. നമുക്ക് ടണലുണ്ട് നമ്മളുടെ പറമ്പില്. നമുക്ക് ടണലുണ്ട്. കാന്തരല്ല ഇട്ടുള്ള മഷ്റൂം ഇല്ലേ, ഇവിടുത്തെ ഫിനിഷ് ഫോറസ്റ്റ് കിട്ടുന്ന മഷ്റൂം, അതിട്ടിട്ടുള്ള ക്രീം ചീസ് ഉണ്ടായിരുന്നു. അപ്പം അതും ചിക്കനും കൂടെ ഒരുമിച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല ക്രീമി ആക്കും. എന്നിട്ട് ബർഗർ ബണ്ണിനകത്ത് വെച്ച് ചീസ് വെച്ച് കൊടുക്കാൻ. രസക്കുട്ടിനെ കാണാൻ വേണ്ടി തിക്കും തിരക്കുമാണ്. ചക്കിയുടെ കൂട്ടുകാർ വന്നേക്കുന്നതാണ്. ആ, 5 പിള്ളേരുണ്ട്. പിന്നെ ഞാൻ അവർക്ക് ഫിനിഷറായിട്ട് എടുക്കാത്തല്ലേ. അവര് പാർക്കിലോട്ടാണോ പോകുന്നത്? വൈറ്റ് ക്രീം ചീസിനകത്തിരുന്ന ചിക്കനാട്ടോ, ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇച്ചിരി വൈറ്റ് സേസമി ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്തായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് മിൽക്കൊക്കെ ചേർത്ത് ലൂസാക്കി. ഫസ്റ്റ് ചിക്കൻ ഇത് ചെയ്തത് നമ്മൾ ബട്ടറും ഗാർലിക്കും ഇട്ടിട്ടാണ് നന്നായിട്ട് ചിക്കൻ സോട്ട് ചെയ്തത്. എന്നിട്ട് അതിന് മേളിലേക്ക് നമ്മളൊരു ലെറ്റൂസ് വെച്ചു. എന്നിട്ട് ഒരു സോസ് ഒഴിക്കും. ഇനി അതിലേക്ക് നമ്മൾ സാലഡ് സോസ് അല്ലേ, സാലഡ് സോസ് ആ ലീഫിന് മേളിൽ. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച്
റാപ്പ് ചെയ്യും. ജോണിക്കുട്ടി വന്നപ്പാ താടിക്കിട്ട് ഇടിയോ? ഒരു ഉമ്മ തട്ടെ. ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? ടേസ്റ്റ് കിട്ടിയോ? ഒരു പ്രത്യേക സംഭവം അത്, നോർമൽ സാധനമല്ല. എന്തെങ്കിലും ടേസ്റ്റ് കിട്ടിയോ? ബർഗർ അല്ല, ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടിയോ? ഇഷ്ടായോ? സീരിയസ്ലി? ചെറിയൊരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സംഭവം, വൈറ്റ് സോസിലുള്ള ക്രീം ചീസിലുള്ള ചിക്കൻ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ബ്രെഡ് ഉണ്ട് നമുക്ക്. അതിൻ്റെ മേളിൽ ലെറ്റീസൊക്കെ വെച്ച് ഒരു ബർഗർ, ചിക്കൻ ബർഗർ അല്ല ബർഗർ എന്ന് പറയുന്നില്ല, ചിക്കൻ സാൻഡ്വിച്ച് പോലെ. അത് കഴിക്കാതില്ല പോയ അവളോട് വരാൻ പറയായിരുന്നല്ലോ. സൂത്രം തരാം ബാ. നല്ല ചിരിച്ചു ചിരിച്ചു. സന്തോഷം, എന്നാ സന്തോഷമായിരുന്നു. അങ്ങനെ പിടിക്കും. അതിനൊന്നുകൂടെ കട്ട് ചെയ്യണായിരുന്നു, പക്ഷെ ഇപ്പൊ അവന്റെ ചിരി കണ്ടപ്പോ ഞാനങ്ങ് മുഴുവൻ കൊടുത്തുപോയി. ഓ എന്നാ ഒരു ചിരി ചിരിച്ചേ. ചിക്കൻ താഴെപ്പോയി, ചിക്കൻ താഴെപ്പോയി. ഇത് അമ്മ കട്ട് ചെയ്തിട്ട് തരാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ ബ്രെഡ് സോഫ്റ്റ് ആയോണ്ട് നല്ല കുടുംബ പപ്സ് അല്ലേ? അതായത് പഴം മെൽറ്റ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ നല്ല കുറച്ച് ബട്ടർ ആയിട്ട് എടുക്കുന്നത്. ബട്ടർ അല്ല, അത് പഴത്തിന്റെ ജ്യൂസ്. ബട്ടർ അല്ലത്, പഴത്തിന്റെ ജ്യൂസൊക്കെ. മധുരമുണ്ടോ? നല്ല പഴച്ച. എന്താ എവിടെയാണ് കളിക്കാൻ പോയേ? പിക്കുപുസ്തോല് പോയാണോ? ആണോ? കൂട്ടുകാരൊക്കെ പോയോ? ഓ വലിച്ചു കയറി. നാളെ സ്കൂളിൽ ഡേക്കറി പോകണ്ടേ? അങ്ങനെ നാളെ ഡേക്കറി പോവാണ്. അവന് നാളെ പ്ലേസ് കിട്ടി, നാളെ തൊട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ളത് ഇവിടെ ഏറ്റവും ചക്കിക്കല്ലേ, അതായത് തൊട്ടയിലൊക്കെ താഴ്ന്നോട്ട് വരും. കൂട്ടുകാരെല്ലാവർക്കും ഉണ്ട്. എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ജോലിക്കുട്ടിയും ചക്കയാണ് കുറച്ച് കൂടുതലാണ്. അതിന് കുറച്ചുകൂടി കൂടുതൽ ചക്കയാണ്. വീടിന്റെ അടുത്ത് ഒത്തിരി പേരുണ്ട്, കുറെ ഫ്രണ്ട്സ് അടുത്തുന്നുണ്ട്. അതായത് ഒറ്റയ്ക്ക് പെട്ടയ്ക്ക് ഓരോരുത്തരോട് കളിക്കാൻ പോകും. അധികം നേരമൊന്നുമില്ല കേട്ടോ, 1 മണിക്കൂർ. ഇവിടെ അത്രമേൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഫിൻലൻഡ് ഭയങ്കര സേഫ് ആണെന്ന് നമ്മൾ വിചാരിക്കും. ഒന്നുമല്ല, ചില കഥകളൊക്കെ നമ്മൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ നമ്മൾ ഇതിനു മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതിങ്ങനെ ഒത്തിരി ന്യൂസ് ഇവിടെ അങ്ങനെ പുറത്തേക്ക് പോവുകയല്ല. അതുകൊണ്ടാണ് ആരും ഒന്നും അറിയില്ലാത്തത്. എല്ലാം നല്ല ന്യൂസുകളൊക്കെ മാത്രമേ പുറത്തേക്ക് പോകത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ഫിനീഷുകാരെല്ലാവരും നല്ലവരാണ്, എല്ലാവരും മോശമൊന്നുമല്ല കേട്ടോ പറഞ്ഞേ. മലയാളികളും അങ്ങനെ നല്ലതെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യരെല്ലാവരും എല്ലായിടത്തും പല തരത്തിലുള്ളവരുണ്ട്. മലയാളികളായാലും ഫിനിഷുകാരായാലും ആഫ്രിക്കക്കാരായാലും ഇംഗ്ലീഷുകാരായാലും എല്ലാത്തിലും നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ളത് അങ്ങനെ ന്യൂസ് അധികം പുറത്ത് വരുന്നില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. അപ്പം നമ്മൾ വിചാരിക്കും ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ കുറവായിരിക്കും, എല്ലാവരും നല്ല ആൾക്കാരാണെന്നൊക്കെ. നമുക്ക് പെട്ടെന്ന് നമ്മളൊരു രാജ്യത്തോട്ട് വരുമ്പം നമുക്ക് അങ്ങനെയാണല്ലോ പെട്ടെന്ന് തോന്നത്തുള്ളൂ. എല്ലാവരും നന്നായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നും. പക്ഷേ കുറച്ചുകൂടെ ഡീപ്പർ ഇൻസൈഡ് പോയി കഴിയുമ്പം അങ്ങനെയല്ലാത്ത ആളുകളും കുടുംബങ്ങളും ഉണ്ട്. അതായത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഏജിലുള്ള പിള്ളേർ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് നല്ലതായിരിക്കും, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ചിലപ്പം നല്ലവരുണ്ടാവാം, മോശമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ റിലേറ്റീവ്സ് ആ വീട്ടിലുണ്ടാവും, ചിലപ്പോൾ വിസിറ്റിങ്ങിന് വരുന്നതൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം അവിടെ ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പർപ്പസ്ഫുള്ളി അവർ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാകാം. പിള്ളേരെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടിക്കൊക്കെ പരസ്പരം പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലുമൊക്കെ ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഉപദ്രവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കരുതിയിരിക്കണം. നമ്മൾ പിള്ളേരെ വിട്ടിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെ മണിക്കൂറുകളോളം ഒക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ
പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. വീട്ടിലേക്ക് നമ്മൾ ആവശ്യമില്ലാണ്ട് വിടരുത്. പുറത്തെവിടെയും കളിക്കുവാണെങ്കിൽ ഓക്കെ. അതായത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കേട്ടേക്കുന്ന പോലെ തന്നെ 7 വയസ്സും 5 വയസ്സും ഉള്ളവരെ പിള്ളേരെ ഉപദ്രവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പന്റെ റിലേറ്റീവ്സും അപ്പന്റെ ചേട്ടൻ അല്ലെങ്കിൽ അപ്പന്റെ അവരൊക്കെ ചിലപ്പോൾ വീട്ടിലുണ്ടാവും. ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കാം ഒക്കെ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും. ഉപദ്രവിച്ച് അടുത്തിടയ്ക്ക് കയറിയ കേസുകളുണ്ട്. നമ്മളിതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നാ മുത്തേ ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. എന്നപ്പാ ഭയങ്കര പാട്ടൊക്കെ പാടി അടങ്ങും. പിന്നെ ഇവര് ഇങ്ങനെ ഇൻടോക്സിഫിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുവാണോ എന്നുള്ളത്, അതായത് ഇപ്പോൾ ഡ്രഗ്സ് ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ നമുക്ക് പറയണമെന്നില്ല. ഒരുപാട് നല്ലൊരു ശതമാനം ആൾക്കാർ എല്ലായിടത്തും തന്നെ പലതും ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട്. കഴിവതും മെയിൻ ആയിട്ട് വെച്ചാൽ കഴിവതും നമ്മുടെ അണ്ടറിൽ തന്നെ നമ്മൾ ഒരു പ്രായം വരെ, ഒരു പ്രായം വരെ ഇവർക്ക് നല്ല ചീത്ത തിരിച്ചറിയുന്ന പ്രായം വരെ ഇവർക്ക് സ്ട്രോങ് ആയിട്ട് നോ പറയാനും ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് ഓക്കെ എനിക്കിതിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നോ പറഞ്ഞ അവിടെ ആ ഒരു ഗട്സ് വരുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, അതുവരെ നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് തന്നെയാണ്. സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമല്ലോ. പക്ഷെ എന്തിനും നമ്മൾ ഫ്രണ്ട്സിനെ ക്യാൻസൽ ചെയ്യുക അങ്ങനെയല്ല. അവരൊരുമിച്ച് പാർക്കിൽ പോയി കളിക്കുക, അല്ലെങ്കിൽ പുറത്ത് കളിക്കുക, അല്ലെങ്കിൽ ഒരു 3-4 ഫ്രണ്ട്സ് കൂടി ഒരുമിച്ച് പോയി കളിക്കുക, അതൊന്നും അങ്ങനെ കുഴപ്പമുള്ള കാര്യമായിരിക്കില്ല. പിന്നെ നമ്മുടെ പിള്ളേരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത്. ആണോ പെണ്ണൊന്നുമില്ല കേട്ടോ. അതെ. നാളെ ഇവന്റെ കൊണ്ടാവണ ഡയഗ്രം കൊണ്ടാവണ ബാഗ് പാക്ക് ചെയ്യണല്ലോ. പാക്ക് ചെയ്യാം. താങ്ക് യു ആണോ? ചക്കി അങ്ങനെ ചെയ്യണ്ട കേട്ടോ മോനെ. നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോ ഞാൻ അങ്ങനെ ചെയ്യണ്ട, ഇനി ചെയ്യണ്ട. അങ്ങനെ കുഴപ്പമില്ല. അത് വേണ്ട. ജോണിക്കുട്ടിയുടെ കരിയർ ജോണിക്കുട്ടി പറഞ്ഞേ. ജോണിക്കുട്ടിക്ക് ഫിഷ് ചെയ്യാൻ പോണം. ജോണിക്കുട്ടി ഇനി നമ്മൾ ഫിഷ് ചെയ്യാനുള്ള സമയം ഉണ്ടോ എന്ന് അറിയത്തില്ല. പപ്പയ്ക്ക് നിന്നെ ഒരു ദിവസം കൊണ്ടുപോകണം. മമ്മിക്ക് കുറച്ച് സാമം കൊടുക്കണം കേട്ടോ. ജോണിക്കുട്ടിക്ക് പക്ഷെ ഏത് പ്രൊഫഷൻ പഠിച്ചാലും നമുക്ക് ഇതും ആകാൻ പറ്റും. കേട്ടോ, ഹോബി ആയിട്ട് എടുത്താൽ മതി. നമുക്ക് കടയിൽ പോവാ, ചേച്ചിമാർക്ക് ഉടുപ്പ് വാങ്ങാൻ വേണ്ടി പോവാ. നമുക്ക് കൊച്ചു ഉടുപ്പ് മേടിച്ചു കൊടുത്തോ. ചേച്ചിമാർക്ക് ഉടുപ്പ് മേടിച്ചു കൊടുത്തോ. പൈസ വെച്ചിനെ കൊടുക്കില്ല, പൈസ വെച്ചിനെ കൊടുക്കില്ല. പയ്യെ കൊടുക്കും, പയ്യെ. ഇത് വേണോ മമ്മ? എന്ത് 10 യൂറോ 4-8. പുള്ളിയുടെ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടോ? എല്ലാം പോയി, കയ്യിൽ നോട്ടും പോയി, ചില്ലറയും പോയി, മൊത്തം പോയി. അയ്യോടാ, ഭയങ്കര നഷ്ട കച്ചവടമായി പോയി. പൊട്ടക്കുട്ടി റെഡി ആയിക്കോ, ടാറ്റ പോവാ. പിള്ളേര് പിന്നെ ഫ്രീ ആയിട്ട് വിടണം കേട്ടോ. എല്ലാരും വരട്ടെ. മാളി ചേച്ചി ചക്കി ചേച്ചിയൊക്കെ വരട്ടെ. അവരെ വിളിച്ചേ, ചക്കി ചേച്ചിയിലേക്ക് വിളിച്ചേ. ടക്കി എല്ലാരും വരട്ടെ. ചിക്കുവിന് ഉറങ്ങാനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ ഷോപ്പിങ് ചെയ്യാം. കാര്യമായിട്ടൊന്നുമില്ല. പിള്ളേർക്ക് മാളൂനും ചക്കിക്കും ഓരോ ടോപ്പ് എടുക്കണം. വേറെ എന്നാ മാളു? ജീൻസ് വാങ്ങണം. ഹലോ അങ്കിളേന്ന്. അങ്കിളാണോ? അതാരത്? അതാരത്? അങ്കിളാണോ? എല്ലാം എടുക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട സെക്രട്ടറി അകത്തേക്ക് വാ. അകത്തേക്ക് വാ.
ഇഷ്ടമായോ? ഇതും എനിക്ക് ഇഷ്ടം. ചക്ക ഇട്ട് നോക്കി, ചക്ക ചക്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഇത് പോലെയായിരുന്നു വേണ്ടത്. പോലത്തെ സൈസ് ഇല്ലേ? കൊണ്ട് ചക്കിക്കുണ്ട് സൈസ്. ഇട്ടിട്ടോ എല്ലാവരും എൻ്റെ പരിപാടി നടത്തുന്നു. കഴിച്ചോ? വെള്ളം മറിച്ച് കളയില്ല. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലതാണോ? നല്ലതാണോ? രസക്കുട്ടി ഫസ്റ്റ് ടൈമാണ് ഇച്ചിരി എരിവുള്ള ചോറും എരിവുള്ള മീൻകറിയും ചോറും കഴിക്കുന്നത്. വെള്ളം വേണോ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. എന്നതാണ് എസക്കുട്ടി നീ കാണിച്ചിട്ടേക്കണേ? എസക്കുട്ടി ചോറുണ്ടതാ? അത് കുറച്ചും കൊടുക്കും നീ മരിച്ചാ എന്തായാലും ചോറ് വാരി കൊടുക്കുന്നേ. കഴിച്ചില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. വാരി എറിഞ്ഞ് കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. അതിന്റെ ലാസ്റ്റ് മതിയായെന്ന് കാണിച്ചത്. പക്ഷെ അപ്പോഴേക്ക് ചാടി ഒന്ന് പിടിച്ചു തട്ടി മറിച്ചിട്ട്. നാളെ ഡേക്കറില് പ്ലേസ് കിട്ടിയിട്ടുണ്ട് ഫൈനലി. അപ്പം നാളെ ഡേക്കർ ചെല്ലുമ്പോ എങ്ങനെയാണോ അറിയാം. പൊട്ടറ്റ കൊണ്ട് ഒരിടത്തേ എടുത്തുള്ളൂ, ചോറായോണ്ടുള്ള പൂത്തിന് പോലെ. പമ്പാനും അരമണിക്കൂർ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ള. അങ്ങനെ ചിപ്പു നൈറ്റ് ഡ്യൂട്ടിക്ക് അതായത് ചിക്കൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് വരുന്നു. സമയം 7:45 നേരത്തെ പോവുക. ഇന്ന് ഞങ്ങൾ നേരത്തെ കിടക്കണം. രാവിലെ എസക്കുട്ടിക്ക് ഡേക്കറി വരണം. ഡേക്കറി കിട്ടി. അങ്ങനെ ആ ഒരു കാര്യം പ്രശ്നം നേരത്തെ അവന് കുറച്ച് പാലൂടെ കുടിപ്പിച്ചിട്ട് കിടത്തിക്കോ, അല്ലെങ്കിൽ രാത്രി ഉറക്കമല്ലായിരിക്കും. രാത്രിയിൽ ഞാൻ ഉള്ളപ്പോഴാണെങ്കിൽ അവൻ ഉറക്കിയില്ലെങ്കിലും ഇവർക്കെല്ലാം കുഴപ്പമില്ല, കാരണം എൻ്റെ കയ്യിൽ ടൂളുണ്ടല്ലോ. അങ്ങനെ കുഴപ്പമില്ല. ഇന്ന് ഒറ്റയ്ക്കാവുമ്പോ അങ്ങനെ ഞാൻ ചിക്കനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ നേരത്തെ കിടക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ടാറ്റാ.